ഇന്നലെ വൈകിട്ടാണ് സിനിമാ ഷൂട്ടിങ്ങിനിടെ പുതുപ്പള്ളി സാധു എന്ന നാട്ടാന മറ്റൊരു നാട്ടാനയുടെ കുത്തേറ്റ് വിരണ്ട് കാട്ടിലേക്ക് ഓടുന്നത്. മലയാറ്റൂർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള ഭൂതത്താൻകെട്ട് വനമേഖലയിലേക്കാണ് ആന ഓടിയത്. ആന ഉടമകളും അതോടൊപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് രാത്രി 7 മണി വരെ തിരച്ചിൽ നടത്തിയെങ്കിലും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചു. ഏതാണ്ട് 3 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ആനയെ കണ്ടെത്തിയത്. ആന ഏതാണ്ട് 200 മീറ്റർ അകലെയാണ് നിന്നിരുന്നത്. ആന ഇച്ചിരി ഉള്ളിലേക്ക് കയറി പോയി. പിന്നെ ആന അങ്ങനെ ചവിട്ട് പോയി. ആനയുടെ ചുവട് നോക്കി ഞങ്ങളിങ്ങനെ പോയി അവസാനം 8 ആയപ്പോഴത്തേക്ക് കണ്ടുപിടിച്ചു. ഞാൻ നിൽക്കുമായിരുന്നു ആന. അതിന് രണ്ടാം പാപ്പൻ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ചെറിയ സൗണ്ട് കേൾപ്പിച്ചു. അപ്പം അവർക്ക് മനസ്സിലായി, കാരണം അവരെ മേയ്ക്കുന്ന ഉടമയാണെന്നുള്ള മനസ്സിലായി. അതുകൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. ഭൂതത്താൻകെട്ട് വടാട്ടുപാറ റോഡിൽ നിന്ന് ഏതാണ്ട് 200 മീറ്റർ അകലെ വെച്ചാണ് തിരച്ചിൽ സംഘം ആനയെ കണ്ടെത്തുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി ഏതാണ്ട് 5 കിലോമീറ്ററോളം കാട്ടിലൂടെ സാധു സഞ്ചരിച്ചിട്ടുണ്ട്. ഉൾവനത്തിലേക്ക് പോകാതെ മടങ്ങി വരുന്നതിനിടയിലാണ് തിരച്ചിൽ സംഘത്തിന് മുന്നിൽ ആന എത്തുന്നത്. ആദ്യഘട്ടത്തിൽ ആന പ്രകോപിതനാകുമോ എന്ന് തിരച്ചിൽ സംഘം ഭയപ്പെട്ടിരുന്നു. പക്ഷേ പാപ്പാന്റെ നിർദ്ദേശങ്ങൾ യാതൊരു മടിയുമില്ലാതെ സാധു അനുസരിക്കുകയായിരുന്നു. ആന കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം ആനക്കാരൻ പറഞ്ഞ ആന കേൾക്കുക. ഇന്നലെ വേണേ കിട്ടിയേനെ, പക്ഷേ രാത്രിയായിപ്പോയി. അല്ലാതെ ഇന്നലെ തന്നെ ഇതിനെ കണ്ടെത്തിയത്. പ്രശ്നമൊന്നും കാണുന്നില്ല. കാട്ടിൽ കണ്ടെത്തിയ ആനയെ ആദ്യം എത്തിക്കുന്നത് റോഡിന് സമീപത്തെ ഈ വനപ്രദേശത്താണ്. ഇവിടെ വെച്ച് ആനയുടെ കാല് ബന്ധിക്കുകയും അതിനാവശ്യത്തിന് വെള്ളവും ഭക്ഷണവും നൽകുകയും ചെയ്തു. ആദ്യ പരിശോധനയിൽ ആനയ്ക്ക് കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് വൈദ്യസംഘത്തിന്റെ കണ്ടെത്തൽ. അതിനുശേഷമാണ് സമീപത്തേക്ക് എലിഫന്റ് ആംബുലൻസ് എത്തുകയും അതിനെ വാഹനത്തിലേക്ക് കയറ്റുകയും ചെയ്തത്. സാധു വളരെ സാധുവായി തന്നെ വാഹനത്തിലേക്ക് സ്വയം കയറുകയും ചെയ്തു. വിജയ് ദേവരകൊണ്ട നായകനായ തെലുങ്ക് ചിത്രത്തിനായി 4 ദിവസത്തേക്കാണ് വനംവകുപ്പ് അനുമതി നൽകിയത്. പുതുപ്പള്ളി സാധുവിന് പുറമെ മറ്റ് 4 ആനകളെ കൂടി ഇതിന് ഉപയോഗിച്ചിരുന്നു. എല്ലാ നിയമങ്ങളും പാലിച്ചാണ് ചിത്രീകരണം നടത്തിയതെന്ന് ഉടമകൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഭൂതത്താൻകെട്ടിൽ നിന്ന് ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.